തിരുവനന്തപുരം പാലോട് ബ്രത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയ കെഎസ്ആർടിസി ഡ്രൈവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാം. ചീഫ് ഓഫീസിൽ എത്തിച്ച് മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. അതേസമയം മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് ജയപ്രകാശിനെ ചീഫ് ഓഫീസിൽ എത്തിച്ച് തിരികെ കൊണ്ടുപോയത്. ഞാൻ മദ്യപിക്കുന്ന ആളല്ല. മദ്യപിച്ചിട്ടില്ല. പാലോട് ബസ് സ്റ്റേഷനിൽ രാവിലെ ഡ്യൂട്ടിക്കെത്തിയ ഡ്രൈവർ ജയപ്രകാശിനെ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്തതിനാൽ രക്തപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജയപ്രകാശ് കുടുംബത്തോടൊപ്പം എത്തി ബസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. എന്നാൽ വീണ്ടും പരിശോധന നടത്തുന്നതിനോട് കെഎസ്ആർടിസി അനുകൂല സമീപനം സ്വീകരിച്ചില്ല. ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തതോടെ കെഎസ്ആർടിസി നിലപാട് തിരുത്തി. എന്നാൽ പരിശോധന എങ്ങനെ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. ചീഫ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ പാലോടെത്തി പരിശോധന നടത്തുമെന്നായിരുന്നു ജയപ്രകാശിന് പിന്തുണയുമായി എത്തിയ കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ TDF-നെയും മാധ്യമങ്ങളെയും അറിയിച്ചിരുന്നത്. ഒടുവിൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് DTOയുടെ നേതൃത്വത്തിൽ ജയപ്രകാശിനെ വൈകുന്നേരത്തോടെ ചീഫ് ഓഫീസിലെത്തിച്ചു. CMD, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ്, മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വീണ്ടും പരിശോധന. ഇതിൽ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ജയപ്രകാശിന് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാം. കൊണ്ടുവന്നതുപോലെ ആരും അറിയാതെ തന്നെ തിരികെ മടക്കം. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് കർശന നിർദ്ദേശവും. പരിശോധന നടത്തിയ റിസൾട്ടിൽ 0 രേഖപ്പെടുത്തിയത്. ഡ്യൂട്ടിക്ക് വിടാമെന്ന് ATO നെടുമങ്ങാട് ATO ഞങ്ങളെ അറിയിച്ച് പുള്ളിയെ മീഡിയയിലൊന്നും ഒരു കാരണവശാലും സംസാരിക്കരുതെന്ന് കർശന നിർദ്ദേശം കൊടുത്ത് പുള്ളിയെ ഇറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ജയപ്രകാശ് ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതായി അറിയിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും CMD നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രത്ത് അനലൈസർ കൃത്യമായല്ല പ്രവർത്തിക്കുന്നതെന്ന പരാതിയിൽ മെഷീൻ പരിശോധനയ്ക്കായി ചീഫ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഹോമിയോ മരുന്ന് കഴിച്ച ഡ്രൈവർ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ പോസിറ്റീവ് ആയതിനു പിന്നാലെ മരുന്നു കഴിക്കുന്നവർക്ക് 20 മിനിറ്റിനു ശേഷം വീണ്ടും പരിശോധന നടത്താമെന്ന് KSRTC നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ മാനദണ്ഡം ദുരുപയോഗം ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം സർക്കുലർ പിൻവലിച്ചതും പുതിയ പൊല്ലാപ്പുകൾക്ക് കാരണമായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.